തൊട്ടിൽപ്പാലം പശുക്കടവിൽ പശുവിനെ മേയ്ക്കാൻ പോയ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചൂളപ്പറമ്പിൽ ബോബിയാണ് മരിച്ചത്. മരണം വൈദ്യുതാഘാതമേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. വൈദ്യുത കെണിയാണ് മരണത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നതായി റൂറൽ SP KE ബൈജു IPS പറഞ്ഞു. പശുക്കടവിൽ സംഭവം ബോബി എന്നൊരു സ്ത്രീയാണ് ദാരുണമായിട്ട് മരണപ്പെട്ടത്. അവരുടെ ഒരു ജീവിതമാർഗമായിരുന്നു. ആ പശുവിനെ കാട്ടിൽ മേയാൻ വിടും. അത് വൈകിട്ട് തിരിച്ചു വരേണ്ട സമയത്ത് കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ നാട്ടുകാരും പോലീസും എല്ലാവരും ഫോറസ്റ്റ് ഉൾപ്പെടെ ആൾക്കാർ പരിശോധിച്ചപ്പോൾ അവർ രണ്ടുപേരും പശുവും സ്ത്രീയും മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ അവരുടെ ബോഡി എടുത്തു. പോലീസ് എല്ലാവരും സഹായിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പ്രാഥമിക അന്വേഷണം മനസ്സിലാക്കുന്നത് അവർക്ക് ഇലക്ട്രിക് ഷോക്കേറ്റാണ് മരണം എന്നുള്ളതാണ്. അത് എങ്ങനെ വന്നതാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. വനാതിർത്തിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. നാട്ടിൽ പന്നിയുടെ ശല്യം, പന്നിയെ പിടിക്കാൻ വേണ്ടി ആരെങ്കിലും കെണി വെച്ചതാണോ, ഇലക്ട്രിക് കെണി, അങ്ങനെ ഷോക്കേറ്റ് മരിച്ചതാണോ എന്ന് ആണ് സംശയിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്. മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവ് കോങ്ങോടുമലയിൽ ചൂളപ്പറമ്പിൽ ബോബി എന്ന വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പശുവിനെ തേടിപ്പോയി കാണാതാവുകയും രാത്രി 12 മണിയോടെ ബോബിയെയും പശുവിനെയും ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. മരണകാരണം വൈദ്യുതാഘാതമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. അവിടുത്തെ ഒരു നിങ്ങളും നമ്മളെല്ലാം കണ്ടതാണ്. സാഹചര്യ തെളിവ് ഈ പറഞ്ഞ പോലെ കാണുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. അല്ലാതെ ഒരു ഡെത്ത് സംഭവിക്കാൻ ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല. അതാണ് നേരത്തെയും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പോലീസ് വളരെ നല്ല രൂപത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പോലീസിന് സംശയമുണ്ട്. പോലീസ് അതിനാവശ്യമായിട്ടുള്ള ഇപ്പം പോലീസ് നായ ഉൾപ്പെടെ നേരത്തെ വന്നിരുന്നു. ഫോറൻസിക് ഏതാനും സമയത്തിന് എത്തിച്ചേരും. പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം പുറത്തു വരികയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവും നടന്ന് ഇത് എന്തായാലും ഇതിൻ്റെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മേഖലയെ സംബന്ധിച്ച് ഇങ്ങനെയില്ല. കൃഷിക്കാരെ സംബന്ധിച്ച് അവർ ചെറിയ ജൈവവേലി, സോളാറൊക്കെ നടത്തി കൃഷിയെ സംരക്ഷിക്കുന്ന നടപടിയുണ്ട്. പക്ഷെ മറ്റൊരു രൂപത്തിലേക്കുള്ള യാതൊരു സംഭവവും മലയോരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ബോബിയെ സംബന്ധിച്ച് ഒരു വളരെ പാവപ്പെട്ട കുടുംബമാണ്, ഒരു ക്ഷീര കർഷകയാണ്. അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ നിലക്ക് അവർക്കുണ്ടായിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള അന്ത്യം, ഡെത്ത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് നാടിനെ സംബന്ധിച്ച്. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണവും ഇതിൻ്റെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച്. ഈ ഫാൻസിങ്ങിൻ്റെ കമ്പി വലിക്കുന്ന ഒരു പൈപ്പ് കൊക്കോയിലെല്ലാം പിടിപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കമ്പി കൊണ്ടുപോകാനുള്ള സംവിധാനമായിട്ടാണ് കാണുന്നത്. ചക്ക അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെ ഘടിപ്പിച്ച നിർഭാഗ്യവശാൽ ഇതും അവിടെ എത്തിച്ചേർന്നായിരിക്കും എന്നാണ് നമ്മൾ. ഏതായാലും അതിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കൂടിയാണ് അത് പുറത്തു വരാൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പശുക്കടവിലെ ചർച്ച് പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വളർത്തു പശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും നടന്നു. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് എന്നിവർ മൃതദേഹം കാണപ്പെട്ട പറമ്പിൽ പരിശോധന നടത്തി. വൈദ്യുതി കെണി സ്ഥാപിച്ചതിന്റെ അടയാളങ്ങൾ പറമ്പിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മരണം സംബന്ധിച്ച സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കാണാതായത് ആ സമയം മുതൽ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം വളരെ സജീവമായ പരിശോധന നടത്തി. രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ബോബിയെയും അതോടൊപ്പം തന്നെ അവരുടെ പശുവിനെയും കണ്ടെത്തുന്നത്. കാണുമ്പോൾ 2 പശുവിനും ജീവനുണ്ടായിരുന്നില്ല, ബോബിക്കും ജീവനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായി അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഷോക്കടിച്ച് മരിക്കാനാണ് സാധ്യത. കൈകൾ പുറകോട്ട് വെച്ച് ഒരു ബലം പിടിച്ച പോലെയുള്ള രൂപത്തിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പന്നിക്കോ മറ്റെന്തിനോ വെച്ചിട്ടുള്ള വൈദ്യുത കെണിയിൽ പൊട്ടിച്ചാണ് മരിക്കാനുണ്ടായ പ്രാഥമികമായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടത്തി ആ കുറ്റക്കാർക്കെതിരെ കുറ്റക്കാരെ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും പ്രാഥമികമായിട്ട് ഷോക്കടിച്ചാണെന്ന് ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി വരുമ്പോൾ അതിൻ്റെ നിശ്ചയം നമുക്ക് മനസ്സിലാവും. ഒരാളെ പ്രായോഗിക ജ്ഞാനമുള്ള ഒരാൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും എന്നുള്ളതാണ്. അവിടെ ഷോക്കേറ്റ് സാധ്യതകൾ എന്തെങ്കിലും
സോക്കേറ്റ് വയറ് വലിച്ചതായി ബന്ധപ്പെട്ട കുറ്റി, അതോടൊപ്പം തന്നെ ചില സാധനങ്ങളൊക്കെ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇലക്ട്രിക് ലൈനിൽ നിന്ന് അവിടെ മേലോട്ട് ലൈനുണ്ട്, ഒരു 200 മീറ്റർ അപ്പുറം ലൈനുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നായിരിക്കാം വലിക്കാൻ സാധ്യത. വടകരയിൽ ആദ്യമായി 24 മണിക്കൂറും ന്യൂറോ സർജറി വിഭാഗം, സ്പെയിൻ സർജറി, എമർജൻസി, ജനറൽ സർജറി, ഓർത്തോ, പീഡിയാട്രിക്, ENT വിഭാഗം, MRI, CT സ്കാൻ, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. വടകര സഹകരണ ആശുപത്രി. ഫോൺ 04962520 600.